ആ ദിക്ർ 313 തവണ ചൊല്ലാനുണ്ട്. അല്ലാഹുവേ, അത് നമ്മുടെ ദറജയെ ഉയർത്തുന്ന ദിക്റാണ്. അത് നമ്മുടെ ദറജയെ വല്ലാതെ ഉയർത്തുന്ന ദിക്റാണ്. അത് തവക്കുലിന്റെ വചനാണ്. അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കലാണ്. അതുകൊണ്ട് വലിയ കാവൽ നമുക്ക് കിട്ടും. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്ർ അറിയാത്തവരായി ആരുമില്ലല്ലോ. ആ ദിക്ർ അറിയാത്തവരാരുമില്ലല്ലോ. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട്, റബ്ബിൻ്റെ പേര് കൊണ്ടിതാ ഞാൻ ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എല്ലാം ഇതാ ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വല്ലാത്തൊരു വാക്കാണ്. പക്ഷെ അത് നമ്മൾ കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ പോരാ, മനസ്സറിഞ്ഞ് പറയണം, മനസ്സറിഞ്ഞ് ഏൽപ്പിക്കണം. അപ്പോഴേ അള്ളാഹു ഏറ്റെടുക്കുള്ളൂ. നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ വലിയ കാര്യത്തിൽ അള്ളാഹിനോട് ഏറ്റെടുക്കാൻ പറയും, അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയും. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനായിട്ട് കൈയഴിഞ്ഞ് നമ്മൾ ഏൽപ്പിക്കൂല. ഏൽപ്പിച്ചില്ലെങ്കിൽ അള്ളാഹു ഏറ്റെടുക്കൂല. ഇത് അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞേൽപ്പിക്കണം. കുനൂത്തിൽ കയ്യുയർത്തി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, നീ ഏറ്റെടുത്തവരിൽ എന്നെയും ഉൾപ്പെടുത്തണം, എന്നെയും നീ ഏൽപ്പിക്കണം. സഹോദരാ, സഹോദരി, ഇത് പറയുമ്പോ മനസ്സറിഞ്ഞ് ഏൽപ്പിക്കലാണോ? അള്ളാഹുവിനോട് ഏറ്റെടുക്കണേ എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞ് നമ്മൾ ഏൽപ്പിക്കാറുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അള്ളാഹിനോട് പറയാ. എങ്ങനെയുണ്ട്? എല്ലാം കഴിഞ്ഞു, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നോക്കിയോ, രക്ഷയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അള്ളാഹിനോട് പറയാ. ലാസ്റ്റ് അതിന് നിൽക്കണ്ട, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് ചെയ്യുക. അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് ചെയ്യുക. അതുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ ഇറങ്ങുകയാണ്. എല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, ഒരു ഖൈറും എന്നിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവില്ല. വലാ ഖുവത, ഒരു ഷർറും എന്നിൽ നിന്ന് തട്ടി നീക്കാനുള്ള കഴിവുമില്ല. ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല. ശ്രദ്ധിച്ചാൽ മതി, എന്നാ ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളാന്റെ സംരക്ഷണം വേണ്ടേ? നമ്മൾ വളരെ ശ്രദ്ധിച്ച് റോഡ് സൈഡിലൂടെ, വളരെ അരുവിലൂടെ, ഫുട്പാത്തിലൂടെ അങ്ങനെ നടന്നു പോവാൻ നമ്മളെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, എല്ലാ നിലക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഏതോ ഒരു വാഹനം നിയന്ത്രണം വിട്ട് നേരെ നമ്മളെ കൊള്ള വരുന്നത്. നമ്മൾ 100% അവിടെ നിരപരാധിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടെന്താ? അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് വല്ലാത്ത അഭയപ്രാർത്ഥനയാണ്. ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ ലഭിക്കുന്നതാണ്. മുഅ്മിനെ ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇതങ്ങൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ യുഖാലു ലഹു ഹീനൈദിൻ, ആ സമയത്ത് തന്നെ പറയപ്പെടുന്നതാണ്, ഹുദീത വകുഫീത വവുഖീത. ഓ, നിനക്ക് നേർമാർഗം നൽകപ്പെട്ടു, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടു, നിനക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ലഭ്യമായി. ഫതനഹാ ലഹു ശൈത്വാൻ, പിശാച് അവനിൽ നിന്ന് മാറി നിൽക്കും. പിന്നെ അവന്റെ പിന്നാലെ പിശാചിന് കൂടാൻ കഴിയില്ല. ഫതനഹാ ലഹു ശൈത്വാൻ ഫയഖൂലു ശൈത്വാനുൻ ആഖറ, മറ്റൊരു പിശാച് പറയുകയും ചെയ്യുമത്രേ, കൈഫ ലക ബിറജുലിൻ,
ഇവന്റെ കൂടെയുള്ള ശൈത്താനോട് മറ്റൊരു ശൈത്താൻ വിളിച്ച് പറയുമത്രേ, ഇനി ഇന്നാലിന്നയാളുടെ പിന്നാലെ കൂടിയിട്ട് നിനക്കെന്തു കാര്യം? വഖദ് ഹുദിയാ വകുഫിയാ വവുഖിയാ, അയാൾക്ക് നിർമാർഗം നൽകപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ലഭ്യമായിരിക്കുന്നു. ഇനി അവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പിശാചുക്കൾ മാറി നിൽക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളിൽ ഓരോരുത്തരുടെയും കൂടെ ശൈത്താൻ ഉണ്ടല്ലോ. ഉണ്ട്, ആരുമില്ല എന്ന് പറയണ്ട. നമ്മളിൽ ഓരോരുത്തരുടെയും കൂടെ അനുദിനം ഓരോ നിമിഷത്തിലും തെറ്റായ ചിന്തകളും താല്പര്യങ്ങളും കൽബിലേക്ക് ഇട്ട് തന്ന് നേരിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ശൈത്താൻ കൂടെയുണ്ട്. കൂടല്ലാത്ത ഒരാളില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതാണ്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാനി വഖരീനുഹു മിനൽ മലായിക. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാനി വഖരീനുഹു മിനൽ മലായിക. നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂടെ അവൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പിശാചുമുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ഒരു മാലാകയുമുണ്ട്. എന്തിനാ ശൈത്താൻ ഏൽപ്പിച്ചത്? ശൈത്താൻ ഏൽപ്പിച്ചത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ, വസ്വാസുണ്ടാക്കി രോഗിയാക്കാൻ, തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാക്കി തിന്മയിലേക്ക് നയിക്കാൻ, ഇബാദത്തിനോട് മടിയുണ്ടാക്കി ഇബാദത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ, ഖൈറിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ. ഇതാണ് ശൈത്താന്റെ പണി. അല്ലാഹു കാക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്, അല്ലാഹു കാക്കട്ടെ. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാൻ. ഓരോരുത്തരുടെയും കൂടെ ശൈത്താനുണ്ട്. വഖരീനുഹു മിനൽ മലായിക. അതുപോലെ സന്തത സഹചാരിയായി, അടുത്ത കൂട്ടുകാരനായി, നന്മ ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കാനും നന്മയോട് താല്പര്യമുണ്ടാക്കാനും ഒരു മലക്കുമുണ്ട്. അപ്പൊ മുത്തുനബി ഇത് പറഞ്ഞപ്പോ മലക്കും റസൂലുമായിട്ട് നല്ല ബന്ധാന്ന് സഹാബികൾക്കറിയാം. പക്ഷെ ഷെയ്ത്താൻ അങ്ങനെയല്ലല്ലോ. മുത്തുനബിയുമായി ഷെയ്ത്താൻ അങ്ങനെ എടുക്കാൻ കഴിയൂലല്ലോ. നബിയെ, ഇയ്യാക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളുടെ കൂടെ പിശാചുണ്ടോ നബിയെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, വഇയ്യായ, അതെ എൻ്റെ കൂടെയും പിശാചുണ്ട്. പക്ഷെ വലാകിന്നി ആനനി അല്ലാഹു അലൈഹി വസ്ലമ വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. എൻ്റെ കൂടെ പിശാചുണ്ടെങ്കിലും അസ്ലമ, അവനെ അള്ളാഹു മുസ്ലിമാക്കിയിട്ടുണ്ട്. അല്ലെ, മുസ്ലിമിനെ പോലെ കീഴൊതുങ്ങിയേ അവൻ ജീവിക്കൂ. വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്നോട് ഖൈറല്ലാതെ എൻ്റെ പിശാച് കൽപ്പിക്കില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശൈത്താനാവട്ടെ നമ്മളെ തിന്മയിലേക്കായിരിക്കും കൊണ്ടുപോവുക. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ ആ പിശാച് മാറി നിൽക്കും. എന്തേ മാറി നിൽക്കാൻ കാരണമെന്നറിയോ? ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഇലാഹായ റബ്ബ് രണ്ട് മാലാകമാരെ വിളിക്കുമത്രേ. എന്നിട്ട് പറയും, മലായികതീ, എൻ്റെ മലക്കുകളെ, എൻ്റെ മലക്കുകളെ. അള്ളാന്റെ സൈന്യാണല്ലോ മലക്കുകൾ. നമ്മളുടെ കണ്ണിൻ്റെ കാര്യത്തിലും കാതിൻ്റെ കാര്യത്തിലും ഓരോ അവയവത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഹിഫ്ലിന് വേണ്ടി പ്രത്യേക മാലാഖമാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സൈന്യത്തിൻ്റെ എണ്ണം അള്ളാഹ്ക്കല്ലാതൊട്ട് അറിയൂല.
ഇലാഹായ റബ്ബിന്റെ സൈന്യമാണ് മാലാഖമാർ. ആ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ അറിയൂല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, 2 മലക്കുകൾ അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയും, എൻ്റെ ഇന്നാലിന്ന അബ്ദ്, ആണാവട്ടെ പെണ്ണാവട്ടെ, എൻ്റെ ഇന്നാലിന്ന അടിമ അവനവൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ ഓർത്ത് എൻ്റെ പേരിൽ എൻ്റെ മേൽ തവക്കുലാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിറങ്ങിയതാണ്. അതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ മാലാഖമാരെ, അവൻ്റെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് സംരക്ഷണത്തിന് അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളെന്ത് വേണമെന്നറിയോ? ഇത് കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെക്കാൾ വീട്ടിൽ നിന്ന് കൂടുതൽ ഇറങ്ങുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കും, നിങ്ങളുടെ മക്കളായിരിക്കും. ഇനി വല്ല അത്യാവശ്യത്തിനും നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും, ഇനി അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാരോ നിങ്ങളുടെ മക്കളോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അള്ളാൻ്റെ പേരുച്ചരിച്ച് അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് ഇറങ്ങണട്ടോ എന്ന് അവരോട് പറയണം. ഇതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എപ്പോഴും അങ്ങനെയാണ്. കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈ ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വീട്ടിലുള്ള ഉമ്മമാര്, ഭാര്യമാര് നമ്മളെ ശാരീരിക വളർച്ചയിൽ, ശരീരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ വലിയ പങ്കവർക്കുണ്ട്. നമ്മളെക്കാൾ ഒരു പക്ഷേ നമ്മളുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റ് ശരീരത്തിൻ്റെ വിഷയത്തിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാരൊക്കെയാണ്. എന്നാൽ ആത്മീയമായ രക്ഷയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും ഓർമ്മപ്പെടുത്തലും അതും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. സൗകര്യപ്പെടുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം തന്നെ കാണുന്ന രൂപത്തിൽ ഇതൊക്കെ ഒന്നവിടെ എഴുതി വെച്ചാൽ അതും നന്നായിരിക്കും. ഒരു ഓർമ്മപ്പെടൽ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് മറക്കരുത്. അള്ളാഹു ഇതിൻ്റെ എല്ലാ നിലയിലുള്ള സംരക്ഷണവും സലാമത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബറക്കത്തും ഹിഫ്ളും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. ഇന്ന് നമുക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ആ ദിക്ർ 313 തവണ ചൊല്ലാനുണ്ട്. അള്ളാഹുവേ, അത് നമ്മുടെ ദറജയെ ഉയർത്തുന്ന ദിക്റാണ്. അത് നമ്മുടെ ദറജയെ വല്ലാതെ ഉയർത്തുന്ന ദിക്റാണ്. അത് തവക്കുലിൻ്റെ വചനാണ്. അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കലാണ്. അതുകൊണ്ട് വലിയ കാവല് നമുക്ക് കിട്ടും. അപ്പോൾ ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് ആ പവിത്രമായ ദിക്ർ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നമ്മൾ ചൊല്ലും. അക്ഷരശുദ്ധിയോടുകൂടെ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാകണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബി അല്ലാ, എനിക്കല്ലാഹു മതി. നമ്മൾ വിളിച്ചു പറയാൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്കെൻ്റെ റബ്ബ് മതി, ഹസ്ബി എനിക്ക് മതി എൻ്റെ റബ്ബ്. ഹസ്ബി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നതിൻ്റെ അർത്ഥം. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. നമ്മൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ മതി, എനിക്കെൻ്റെ റബ്ബ് മതി. നമ്മളെല്ലാവരും കൂടെ ചൊല്ലല്ലേ, ഹസ്ബി 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 അല്ലാ, എനിക്കല്ലാഹു മതി. നിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ യോഗ്യനവനാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി, അവനാണ് ഏറ്റവും വലിയ സംരക്ഷകൻ, സഹായി. ഇത് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയണം.
അത് ആവർത്തിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ റബ്ബ് നമ്മളങ്ങനെ ഏറ്റെടുക്കും. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഹൈറ് കിട്ടും, സഹായം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം.